നിങ്ങൾ സെക്രട്ടേറിയറ്റിലൊക്കെ പോയി നോക്കിയാൽ മതി, ഇവിടുത്തെ കോടതികളിൽ നോക്കിയാൽ മതി, IAS പറ്റി നോക്കിയാൽ മതി. 99% പേരും ബ്രിട്ടീഷുകാരുടെ കാലത്തിരുന്നവരുടെ മക്കളുടെ സ്ഥലങ്ങളാണ്. 400 കുടുംബമുണ്ട് ഇന്ത്യയിലെ ജഡ്ജിമാരാണ്. തമാശക്ക് ഇടയ്ക്ക് പറയുന്നതാണ്, അമ്മാവൻ ജഡ്ജി അല്ലാത്ത ഒരു ജഡ്ജിയും ലോകത്തില്ല, ഇന്ത്യയിലില്ല. 10% നേരത്തെ വരച്ച സംവരണം വെച്ചിട്ട് നിർബന്ധമാക്കി വെച്ച സ്ഥലത്ത് ഉള്ള 10 പേര്, 90 പേരും അമ്മാവന്മാരുടെ മക്കൾ അനന്തരവന്മാരാണ് ജഡ്ജിമാർ. കുടുംബപരമായി ജാതീയമായി വിഭജിക്കപ്പെട്ട സമൂഹത്തിനെ തൊട്ടിട്ടില്ല കർണാടക. നമ്മളറിയണം, ഇത് മാറണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട പണികളുണ്ട്, അത് തൊട്ടിട്ടില്ല. അത് തൊടാനായിട്ട് ശ്രമിച്ചതാണ് മണ്ഡൽ കമ്മീഷൻ. അന്ന് അവര് തീ കത്തി ആത്മഹത്യ ചെയ്ത് അത് നിർത്തി. നമ്മൾ വെറുതെ നോക്കിയാൽ മതി. ഇപ്പൊ പോലും ഈ ഇവിടുത്തെ ദേവസ്വം ബോർഡിനകത്തെ ആൾക്കാരുടെ ഇതെടുത്താൽ മതി. പൂജയ്ക്ക് എന്തുകൊണ്ടാണ് പഠിച്ച ആളുകൾ പൂജിക്കാൻ പറ്റുന്നത്? കർമ്മം കൊണ്ടാണ് പഠിച്ചവരാണ്. ജനിച്ചല്ല ഒരാൾ ബ്രാഹ്മണനാകുന്നത്, കർമ്മം കൊണ്ടാണെന്നുള്ള സിദ്ധാന്തം പറയുമ്പോൾ പറയും. പക്ഷെ എവിടെയൊക്കെ നിങ്ങൾക്ക് കർമ്മം കൊണ്ട് ബ്രാഹ്മണനായ ആളിന് ജോലി പൂജയ്ക്ക് എടുക്കുമോ? അപ്പൊ നമ്മുടെ നാട്ടിലല്ല കൂടമാണിക്യം കണ്ടായിരുന്നു. ഇയാൾ ഈ പറയുന്ന പോലെ ഇതിങ്ങനെ ജാതി മനസ്സിലുള്ള മനോഭാവമല്ല, അത് യാഥാർത്ഥ്യമാണ്, സാമൂഹ്യ യാഥാർത്ഥ്യം. ആ സാമൂഹ്യ യാഥാർത്ഥ്യത്തിനെ മാറ്റാനുള്ള പണിയെടുക്കണം. അവിടെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ ആള് ജാതി ഉണ്ടാക്കുന്ന ആളാണെന്ന് പറയുന്നത്. സംവരണം കൊണ്ടാണ് ജാതി ഉണ്ടാക്കുന്നതെന്ന് ഈ സംവരണ വിരുദ്ധത പറയുന്നതിൽ പഠിക്കും. അറിയണം, നമ്മളിതറിയണം. അല്ലാതെ വേടം പറയുമ്പോഴല്ല ഇതെല്ലാം